PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCRT എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. SCRT ഇപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകളിലും നമുക്കറിയാം SCRTയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ SCRT പഠിക്കുക. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ്, നമുക്ക് റാങ്ക് ഫെയിലിൽ ഇല്ലാത്ത ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ തിരിച്ചുകൊണ്ട് നമ്മുടെ റാങ്ക് ഫെയിലുള്ള ചില പോയിന്റ്സ് അതിലും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് നോക്കി പഠിക്കുക. ഇപ്പൊ ഞാൻ പഠിച്ച രീതികളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല, എല്ലാവരും അത് സ്വീകരിക്കണമെന്നുമില്ല. കാര്യം പിന്നെ പലരുടെയും പഠന രീതികളൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഏത് പരീക്ഷയാണോ ആ പരീക്ഷയുടെ സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് ആണോ LDC ആണോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഏത് എക്സാം ആണോ അതിന്റെ സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് പിന്നെ 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള സമഗ്ര ടെക്സ്റ്റോ അല്ലെങ്കിൽ സമഗ്രയുടെ സൈറ്റിൽ ചെന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, പ്രിന്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ബുക്ക് വാങ്ങിക്കാനോ ഒക്കെ കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ ആദ്യം നമ്മൾ ആ SCRT എടുത്തിട്ട്, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് വേണ്ടാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, വേണ്ടുന്നതുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ ഏകദേശം നമുക്കറിയാം ഏതൊക്കെ ഇതിൽ നിന്ന് വരും എന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. ചില ചാപ്റ്റേഴ്സിലൊന്നും ചിലപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെയാണോ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ എവിടെ നിന്നാണ്, ഉദാഹരണത്തിന് നമ്മളിപ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെയൊക്കെ. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടല്ലോ, അപ്പോ പിന്നെ അത് മാത്രം നമ്മൾ നോക്കുക. അതിന്റെ കൂടെ അതിന് മുന്നേയും പിന്നെയൊക്കെ കുറെ പോയിന്റ്സ് ഉണ്ടാവും, വേറെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ്, പഞ്ചവത്സര പദ്ധതികൾ നോക്കുക. പിന്നെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അങ്ങനെയൊക്കെ നോക്കുക. അപ്പൊ ഞാൻ LGSന്റെ സിലബസിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ അല്ലാതെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, ഇത്രയേ ഉള്ളൂ LGSന്. ഇന്ത്യൻ ഭരണഘടന, അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നമുക്ക് പിന്നെ പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ ആ അടിസ്ഥാന വിവരങ്ങൾ മാത്രം. LGSന്റെ കാര്യമാണ് LDCക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ, നമ്മൾ ആദ്യം അത് നോക്കുക. അപ്പോൾ നമുക്ക് SCRT ടെക്സ്റ്റിൽ നമുക്ക് എടുക്കുമ്പോൾ അറിയാം ഭരണഘടനയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. പിന്നെ ചിലപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവത്തില്ല, ചിലപ്പോൾ കുറച്ച് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. ഈ 5ാം ക്ലാസ്സിനൊക്കെ ടെക്സ്റ്റിൽ ഒത്തിരി ഒന്നും ഉണ്ടാവത്തില്ല, കുറച്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഭരണഘടന ആദ്യ സമ്മേളനം നടന്നത്, രൂപം കൊണ്ടത്, അധ്യക്ഷൻ ആരായിരുന്നു, താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു, ഭരണഘടന ആമുഖം എഴുതിയതായിരുന്നു ആരായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, സിമ്പിൾ ആയിട്ടുള്ള, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ SCRTയിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ വായനയിൽ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, നമ്മൾ പെൻസിലും പേനയും ഉപയോഗിച്ചൊന്നും ആദ്യത്തെ വായനയിൽ നമ്മൾ SCRTയിൽ നമ്മൾ മാർക്ക് ചെയ്യരുത്. നമ്മളൊന്ന് ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് അത് വായിക്കുക. വായിച്ചിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളവ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വായിക്കുന്നതിന്റെ കൂടെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, പേന വെച്ച് എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പോവുക SCRTയിൽ. അപ്പോൾ നമുക്ക് പുസ്തകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ബുക്കിലൊന്നും എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, ഒന്നാമത്തെ വായനയിലല്ല, രണ്ടാമത്തെ വായനയിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ആദ്യം ആലോചിക്കുക, രണ്ടാമത്തെ വായനയിൽ നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ പിന്നെ അത് നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ്, നമ്മൾ റാങ്ക് ഫെയിൽ നോക്കണം, ഇത് നോക്കണം. അപ്പൊ എക്സ്ട്രാ പോയിന്റ്സ് ഇതിൽ നിന്നൊക്കെയാണോ വരുന്നത്, അതിന്റെ കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലിപ്പോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാൻ കഴിയില്ലെങ്കിൽ നമുക്ക്
ഒരുപാട് ടെക്സ്റ്റുകളുണ്ട് നമുക്ക് SCERT പഠിക്കാൻ, നമുക്ക് അത് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ തന്നെ ഇപ്പൊ നോട്ട് എഴുതാൻ കഴിയാത്തവരാണെങ്കിലും അതിൽ തന്നെ അടയാളപ്പെടുത്തുക. ഇനി നോട്ട് എഴുതണമെന്നുള്ളവർ അത് ഒന്നാമത്തെ വായനയിലല്ല, 2, 3 പ്രാവശ്യം, 3 പ്രാവശ്യം വായിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. മൂന്നാമത്തെ വായനയിൽ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് എന്താണോ അത് നമ്മൾ എഴുതി വെക്കുക. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ടെക്സ്റ്റിലായിരിക്കും കൂടുതൽ. ഇപ്പോൾ 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ വരുമ്പോൾ ടെക്സ്റ്റിലാണ് കൂടുതൽ. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ, നമുക്ക് ചില പേരുകളൊന്നും നമ്മൾ ഒരു റാങ്ക് ഫെയിലും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ അറിയാൻ വയ്യാത്ത കുറെ പേരുകളൊക്കെ നമ്മൾ ഈ നമ്മുടെ SCERT ടെക്സ്റ്റിലായിരിക്കും നമുക്ക് മനസ്സിലാവുക. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം 2ാമത്തെ 3ാമത്തെ വായനയിൽ നമ്മളത് എഴുതി വെക്കാൻ കഴിയാത്തവർ അതെന്ത് ചെയ്യുക, അത് വെറുതെ ഒന്ന് ടിക്കിട്ട് പോവുക. ഒന്നിനും എഴുതി വെക്കാൻ കഴിയാത്തവർ പുസ്തകം ഉണ്ടല്ലോ, പുസ്തകത്തിൽ നമ്മളത് എഴുതി വെക്കുക, അത് ടിക്കിട്ട് പോവുക, അത് ചെയ്യുക. പിന്നെ എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ചില ചാപ്റ്റർ ഒന്നും നമുക്ക് വേണ്ട. ഇപ്പൊ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എന്നൊക്കെ വെച്ചാൽ ഒരു മീഡിയയുടെ ഒക്കെ ഒരു പാഠമുണ്ട്, ഒരു 13ാമത്തെ പാഠമൊക്കെ. അതൊന്നും ഒരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല. അതൊക്കെ വെറുതെ ആ കുട്ടികളൊന്നും ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കുറെ മീഡിയാസിന്റെ അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ എക്കണോമിക്സിന്റെ ആ ഒരു ഭാഗത്ത് വരുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും അതൊന്നും ഒരിക്കലും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല എങ്ങനെയൊക്കെയാണ്. അതൊന്നും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കണം. നമ്മൾ 2ാമത്തെ കാര്യം, നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് പിന്നെ വേണ്ട ചാപ്റ്ററും വേണ്ടാത്ത ചാപ്റ്ററും. 2ാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്, 2ാമത്തെ കാര്യം നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് വേണ്ട ചാപ്റ്ററും വേണ്ടാത്ത ചാപ്റ്ററും ഉണ്ടാവും. അപ്പോൾ വേണ്ട ചാപ്റ്റർ മാത്രം നമ്മൾ നമ്മുടെ സിലബസ് ഉണ്ടാവുമല്ലോ, ആ സിലബസ് എടുത്തിട്ട് ആ സിലബസിൽ നമുക്ക് വേണ്ടുന്ന ചാപ്റ്റർ മാത്രം നമ്മൾ എഴുതി വെക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, അതിൽ നമുക്ക് കുറെ വേണ്ട കാര്യങ്ങളും ഉണ്ടാവും, വേണ്ടാത്ത ചാപ്റ്റേഴ്സും ഉണ്ടാവും. അപ്പൊ വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം നമ്മളവിടെ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ മനസ്സിലായല്ലോ. കൂടാതെ നമ്മൾ നമ്മളിപ്പോ ഏത് കാര്യമാണോ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പാഠം ആ ഒരു പോർഷൻ നമ്മൾ വേറെ എവിടുന്നെങ്കിലും ഒക്കെ നമ്മളൊന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിലത് എവിടുന്നാണോ എന്താണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലത് പതിഞ്ഞു കിടന്നോളൂ. അപ്പോൾ ഇപ്പൊ നദികളും കായലുകളും ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് ഏത് സമയം അത് കേൾക്കാനല്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും അത് കേൾക്കുക, പിന്നെ നമ്മൾ അടുത്തതിലോട്ട് പഠിക്കുക. അപ്പോൾ അതായത് ഈ SCERTയിൽ നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. വേണ്ടുന്നത് മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്യാവുള്ളൂ. വേണ്ടാത്തത് ഒക്കെ നമ്മളിപ്പോൾ വെറുതെ ഇതിൽ വേണ്ടാത്തത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. വേണ്ട 1ാമത്തെ വായനയിൽ 2ഓ 3ഓ പ്രാവശ്യം വായിച്ചിട്ട് ടിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത്രേ ഉള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ SCERT ടെക്സ്റ്റ് പഠിച്ചതിന് ശേഷം 2-3 ദിവസം നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 പേജൊക്കെ ഉണ്ടാവും, വലിയ ചാപ്റ്ററുകളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 3 പേജ് പഠിക്കുക, നാളത്തെ ദിവസം ഒരു 3 പേജ് പഠിക്കുക. അപ്പൊ തന്നെ വേണ്ട, ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നവര് ഏകദേശം പിന്നെ ആ ഒരു പാഠം തന്നെ പഠിക്കുക. ഒരു പാഠേ പഠിക്കാവുള്ളൂ. അതിൽ 3ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാഠം മാത്രമേ നമ്മൾ അതിൽ പഠിക്കാവുള്ളൂ. ഒരുപാട് പാഠങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ആദ്യം പഠിക്കാൻ തുടങ്ങുന്നവരൊന്നും നോക്കരുത്. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു പാഠമാണ് പഠിച്ചത്, ഒരു പാഠേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ എക്സാമിന് ഒത്തിരി അതിൽ പിന്നെ സയൻസ് ഒക്കെ ഒരുപാട് പിന്നെ കുട്ടികളുടെ ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലൊക്കെയാണ് കൂടുതൽ നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരു പാഠമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അപ്പുറമൊന്നും പഠിക്കാനായിട്ടൊന്നും നമുക്ക് അത്രയും ഒരു ഇതുണ്ടാവത്തില്ലല്ലോ. അപ്പൊ ഒരു പാഠം മാത്രം നമ്മൾ പിന്നെ ആ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു പാഠം മാത്രമേ നോക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ പഠിക്കുന്നതിനോടൊപ്പം അടുത്ത പാഠം നോക്കുക. അപ്പോൾ നോക്കുന്നതിനോടൊപ്പം നമ്മൾ അതിന് മുന്നത്തെ പാഠം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവുകയും കൂടെ ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ദിവസമൊന്നും നമ്മൾ ഒരു 2 പാഠമൊന്നും ഒരിക്കലും പഠിക്കരുത്. ഒരു ഒറ്റപ്പാടേ നമുക്ക് പഠിക്കാവുള്ളൂ. ഇനി ഒറ്റപ്പാഠം പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 3-4 പേജ്, അതൊക്കെ ഓരോരുത്തർ എത്രയാണോ കപ്പാസിറ്റി അതിനനുസരിച്ച് പഠിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിന്റ് എഴുതി വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ആ
ഒരാഴ്ച നമ്മൾ അങ്ങനെ തന്നെ നോക്കുക. ഈ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നമ്മൾ SCRT പഠിക്കാൻ തുടങ്ങുന്ന 2ാമത്തെ ആഴ്ച നമുക്ക് വേണമെങ്കിൽ 3 ചാപ്റ്ററോ 4 ചാപ്റ്ററോ ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ കണ്ടൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് പിറ്റേ ആഴ്ച തൊട്ട് നമുക്കത് 2, 3 ഒക്കെ പാഠം നമുക്ക് പഠിക്കാം. നമുക്കത് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരുപാടൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. കുറെ പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇതിന്റെ കൂടെ പിവൈക്കും കൂടെ നോക്കുമല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊന്നും ഒരു ആവശ്യമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ SCRT വായിക്കുമ്പോൾ തന്നെ അത്രയും നമ്മൾ ഡെപ്തിലോട്ട് വായിക്കത്തില്ല. നമ്മൾ വെറുതെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോ ഇത്രയും ദിവസമായില്ലേ, അപ്പൊ നമ്മൾ വേണ്ട പോയിന്റ്സുകൾ മാത്രം നമ്മൾ ടിക്കിട്ട് പോവുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഇനി അതും കഴിയത്തില്ലെങ്കിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക, അങ്ങനെ ചെയ്യുക. അപ്പൊ കൂടുതൽ ഡെപ്തിലോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാവും. പിന്നെ 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 ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ മാത്രമേ പഠിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് അത് കഴിഞ്ഞ് SCRT പഠിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് NCERT പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഇപ്പൊ എന്തായാലും 8ാം ക്ലാസ്സിൽ തന്നെ സോഷ്യലിന്റെ ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരുപാടൊന്നും കുട്ടികൾക്കില്ല പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരാഴ്ചയിൽ പിന്നെ ഒരു 3 പാഠം 4 പാഠം നമുക്ക് കംപ്ലീറ്റ് ആക്കാം, സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ആകെ ടോട്ടൽ 13 പാഠമാണ് അവർക്ക് പിന്നെ ഇതിലുള്ളത് സോഷ്യലിൽ. അപ്പൊ നമുക്കൊരു 4 പാഠമോ 3 പാഠമോ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പിന്നത്തെ ആഴ്ചകളിൽ വരുമ്പോൾ നമുക്കത് പഠിക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പൊ നമ്മളതെന്താണ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തത് നമ്മൾ 1ാമത്തെ വായനയിൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1ാമത്തെ വായന നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം വേണമല്ലോ എന്ന് മനസ്സിലാവും. പക്ഷെ അതൊന്നും വേണ്ട. 2ാമത്തെ വായന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ബേസുള്ള ആൾക്കാരായിരിക്കുമല്ലോ പിന്നെ വായിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നും വേണ്ട, ഇതൊക്കെ വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി മാത്രം ഒരു ബുക്ക് എടുക്കുക, മാറ്റിവെക്കുക. SCRT പഠിക്കാനായിട്ട് മാത്രം ഒരു ബുക്ക് എടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ പിന്നെ എപ്പോഴും നമ്മൾ SCRT പഠിക്കാനിരിക്കുമ്പോൾ വേറെ ഇതിന്റെ കൂടെ എഴുതരുത്, SCRTയുടെ മാത്രം ആയിട്ട് ഒന്ന് എടുത്തെഴുതുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതേപോലെ നമ്മൾ SCRTക്ക് വേറൊരു ബുക്ക് എടുത്തിട്ട് ഇപ്പൊ സയൻസിനാണെങ്കിൽ സയൻസിന് ഇപ്പൊ ഇത് കണ്ടോ, SCRTയുടെ 8ാം ക്ലാസ്സിലെയാണ് ഇത്. നോക്ക്, ഇത് 8ാം ക്ലാസ്സിലെ ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് വേണ്ടത് കുറേ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് വേണ്ടുന്ന കാര്യം മാത്രം നമ്മൾ വേറെ ഇതിൽ നോക്കിയിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. പിന്നെ ഇത് 10ാം ക്ലാസ്സിലെ ബയോളജിയാണ്. അപ്പോൾ ഇത് എല്ലാ പാഠമൊന്നും നമുക്ക് വേണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എല്ലാ പാഠമൊന്നും നമുക്ക് വേണ്ട. ഇത് പിന്നെ 8ാമത്തെ പാഠം സയൻസിൻ്റെ മാത്രമാണ്. അപ്പോൾ പിന്നെ ബയോളജി ഇത് 10ാം ക്ലാസ്സിലെയാണ്. 1ാമത്തെ പാഠം ജീവൻ്റെ അതാണ്. അപ്പോൾ DNA ഘടന കണ്ടുപിടിച്ച വാട്സൺ ആൻഡ് ക്രിക്ക് ഇതൊക്കെ എല്ലാം ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, ഞാൻ കുറച്ച് മാത്രം. പിന്നെ ഇത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ സയൻസിൻ്റെ മാത്രമാണിത്. പിന്നെ ഇതുണ്ടോ, അത് ഫിസിക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബുക്കിലെടുത്തിട്ട് സയൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ SCRT സയൻസിൻ്റെ മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് നോക്കിക്കേ, ഇത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. ഈ പാഠത്തിൽ ഇത് നമ്മൾ നോക്ക്, പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, അങ്ങനെ കുറേ ഇത് നോക്കി. ഇതിൽ നമുക്കൊന്നും വേണ്ട. ഇതിൽ നമുക്ക് ട്രഡീഷണൽ മീഡിയ, ന്യൂ മീഡിയ ഇതൊക്കെ നമുക്ക് അറിയാം. പ്രിന്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ ഇതൊക്കെയാണ്. ഇതൊന്നും ഒരിക്കലും നമ്മളൊരു PSC പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന. അതിൻ്റെ ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ഇനി വല്ല അപൂർവം ചില വേറെ ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ കണ്ടതിലൊന്നും എന്തായാലും ഇങ്ങനെയുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പോൾ നേരത്തെയാണ്, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ നേരത്തെ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ നോക്ക്. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു PSC എക്സാമിന് വരാത്ത ചാപ്റ്ററുകൾ ആണ് ഇതൊക്കെ. അപ്പം നമ്മൾ നോക്കിയിട്ട് നമ്മൾ വേണ്ടത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. വേണ്ടാത്തത് ഈ പാഠമൊന്നും നമുക്ക് ഒന്നും ഇതുവരെ വരാത്തൊരു പാഠമാണ് മീഡിയ ആൻഡ് സോഷ്യൽ അങ്ങനെ ബാക്കി എല്ലാ ചാപ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഇതിപ്പോൾ അവരുടെ പിന്നെ
പാർട്ട് 1 ആണ്. അപ്പോൾ അതിൽ തന്നെ ഈ ചാപ്റ്റർ ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ തന്നെ നമ്മളിത് ടെക്സ്റ്റ് കാണുമ്പോൾ നമ്മൾ ഓർക്കും, പിന്നെ അയ്യോ ഇത് ഇത്രയും പഠിക്കണമല്ലോ എന്ന് ഓർക്കും. പക്ഷേ ഇത്രയും ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്വയം വിശ്വസിക്കുക, ഇത്രയൊന്നും ഇല്ല. ഇതിൽ തന്നെ നമ്മൾ ഈ ചാപ്റ്ററൊക്കെ കാണുമ്പോൾ ഇത്ര 7 പാഠമാണ്. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇവർക്കുള്ളത്. അതിൽ ഇന്നൊവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അത് വേണ്ട പാഠമാണ്. ടുവേഴ്സ് ദ എമർജൻസ് ഓൺ ദ നാഷണൽ മൂവ്മെൻറ്റ് അതും നമുക്ക് വേണ്ടതാണ്. ഇത് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അത് വേണ്ടതാണ്. ബേസിക് ഇക്കണോമിക്സ് അത് നമ്മൾ എക്കണോമിക്സിൽ വരുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അതറിയാമല്ലോ, അതും വരുന്നതാണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇതും വന്നിട്ടുണ്ട്, ഇതും വരുന്നതാണ്. പക്ഷേ ഈ ലാസ്റ്റ് ചാപ്റ്റർ ഇപ്പം നമുക്ക് വേണ്ട. അപ്പം തന്നെ നമ്മൾ നോക്കുക, ലിസ്റ്റ് ചെയ്യുക. നമ്മൾ 6 ചാപ്റ്റർ നമുക്ക് വേണം. 8ാം ക്ലാസ്സിൽ 6 ചാപ്റ്റർ നമുക്ക് വേണം. ഈ 6 ചാപ്റ്ററിൽ തന്നെ നമുക്ക് എല്ലാം ഒന്നും വേണ്ട. 6 ചാപ്റ്ററിലെ എല്ലാ ഇതിലെ പാർട്ടൊന്നും നമുക്ക് വേണ്ട. അപ്പം ഈ ഒരു പാഠം തന്നെ. അപ്പം നമ്മൾ ഈ ബുക്കും പുസ്തകമൊന്നും കണ്ടിട്ട് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. ഇതിലെല്ലാം ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അത് തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മൾ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതെല്ലാം വേണ്ട, ഇത് ഇത്രയൊന്നും വേണ്ട, നമുക്ക് 6 ചാപ്റ്റർ ഇതിലുള്ളൂ, നമുക്കത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ പാഠമാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ നമുക്ക് വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ എല്ലാ ഇതും വേണം. എന്താ ഇക്കണോമിക്സിൽ നോക്ക്, ഇക്കണോമിക്സിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കണോമി, അത് തന്നെ ഫീച്ചേഴ്സ്, മിക്സഡ് ഇക്കോണമി, അതൊക്കെ നമുക്ക് എന്താണ് പിന്നെ നമുക്ക് അതിൽ ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് ഇതിലുള്ളതാണ്, PSC പരീക്ഷകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളത് പഠിക്കുക. പിന്നെ അതേ നോക്ക്, ഇത് പ്രധാനമായിട്ട് എന്താ, ഇതിൽ കുറേ സിദ്ധാന്തങ്ങളുണ്ട്. ഇതാ നോക്ക്, പിന്നെ അമർത്യ സെന്ന് പിന്നെ നോബൽ പ്രൈസ് കിട്ടിയത് 1998. ഇത് ഞാൻ എഴുതി വെച്ചതാണ്. അമർത്യ സെന്ന് നോബൽ പ്രൈസ് കിട്ടിയത് 1998. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാ. പിന്നെ ഗാന്ധിജിയുടെ എക്കണോമിക്സ് തോട്ട്സുകൾ അതൊക്കെ നമുക്ക് എന്തായാലും വരും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ റാങ്ക് ഫയലിലൊന്നും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇതിൽ അത് വിശദമായിട്ട് ഇത് അഭിജിത്ത് വിനായകാണ്. ഇദ്ദേഹത്തിനും പിന്നെ എന്താണ് ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. 2019 ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പം നമ്മളോട് ചോദിക്കും, ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ഇദ്ദേഹത്തിന് 1990, ഇന്ത്യക്കാരന്. രണ്ടാമത്തെ ഇക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യം നോബൽ സമ്മാനം കിട്ടിയത് പിന്നെ ഇദ്ദേഹത്തിനാണ്, അമർത്യ സെന്നാണ്. രണ്ടാമത്തത് അഭിജിത്ത് വിനായകനാണ്. അപ്പം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തതെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. പിന്നെ ഇതൊക്കെ പിന്നെ ഇതൊന്നും നമുക്ക് അങ്ങനെ ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ് അതൊന്നും നമ്മൾ ഇതിൽ അങ്ങനെ ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിലധികം ഒന്നും ഡെപ്തിലൊന്നും ചോദിച്ചിട്ടില്ല. ഇതുണ്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ് അതൊക്കെയുണ്ട്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അതൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ ഈ ചാപ്റ്ററിൽ തന്നെ എന്തോ നോക്ക്, ഈ ഗ്രീനിച്ച് ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രീനിച്ച് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെല്ലാം ഒന്നും നമുക്ക് വേണ്ട. ഇതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഈ പാഠങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു സിലബസ് എടുക്കുക. ഇത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ സിലബസ് ആണ്. അപ്പൊ അതിൽ നോക്കിക്കേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, അത് 5 മാർക്കിന്റെയാണ്. അപ്പൊ നമ്മൾ SCERT ടെക്സ്റ്റ് എടുക്കുക, നോക്കുക, സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദെയർ മെയിൻ ആക്ടിവിറ്റീസ്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ, കുര്യാക്കോസ്, എലിയാസ് ചാവറ, ശ്രീനാരായണ ഗുരു. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. ഇനിയുള്ള 9ാം ക്ലാസ്സിലൊക്കെ ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കേ, ഒരുപാടൊന്നും വരുന്നില്ല. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. പിന്നെ അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയ കാര്യങ്ങൾ, പിന്നെ എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. SNDP സ്ഥാപിച്ചത്, പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ റാങ്ക് ഫയലിൽ നോക്കിക്കേ, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജനനം, മരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിന് ദ്വിഭാഷിയായിരുന്ന വ്യക്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഗുരുവും ക്ഷേത്രങ്ങളും. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ 2-3 പേജുകളാണ് നമ്മുടെ റാങ്ക് ഫയലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ,
കണ്ടോ, 2, 3 അല്ല, 3, 4, 5 പേജ് ഉണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നെ. ചട്ടമ്പി സ്വാമികൾ നോക്ക്, ചട്ടമ്പി സ്വാമികൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിലും, പിന്നെ അത്രയൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് മനസ്സിലാവും, ശ്രീനാരായണ ഗുരുവിന്റെതാണ് ആദ്യത്തെ കേരളത്തിന്റെ, പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ നവോത്ഥാന നായകരിൽ ഒരാളാണ്. അപ്പൊ തന്നെ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ ഏകദേശം കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. SCERT ഇത്രേ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് നമ്മൾ ബാക്കിയൊന്നും നോക്കാതിരിക്കരുത്. നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വന്നിരിക്കുന്നത് നോക്കുക. ദാരിദ്ര്യം പ്രതിഷ്ഠ നടത്തിയ കാര്യങ്ങളും SNDP സ്ഥാപിച്ചതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതിൽ SNDP സ്ഥാപിച്ചതൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കുക, ഇത് മാത്രം നമ്മൾ SCERT നമ്മളിപ്പോ ഒരുപാടൊന്നും നമ്മൾ ഇതിൽ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഇതിൽ ഈ നവോത്ഥാന നായകരൊന്നും നമ്മളൊരു ചിലതിലുണ്ട്, പക്ഷെ ഈ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ അത്രയും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് ഇതിൽ പഠിക്കുക. പിന്നെ ഒറ്റ നോട്ടത്തിലൊന്നും നമ്മൾ ഇത് എഴുതരുത്. നമ്മളൊരു 2 പ്രാവശ്യം വായിക്കുക നന്നായിട്ട്. 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ വായനയിലാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണോ അതാണ് ശിവപ്രതിഷ്ഠ, പിന്നെ SNDP, അതൊക്കെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ എഴുതുക. അപ്പൊ ഒരുപാട് നമ്മൾ SCERT ഇതിനു ശേഷം 9ാം ക്ലാസ്സിലെ ഉണ്ട്, അത് ഇതിന്റെ ബാക്കിയാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഇത്രയും മാത്രമായിരിക്കത്തില്ല നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് നമ്മളിത് പഠിക്കാം. കാരണം ഇത് കുറച്ച് കാര്യങ്ങളുള്ള SCERT-ൽ. അപ്പൊ ബാക്കി പോയിന്റ്സ് ഇതിലും കൂടെ നോക്കിയിട്ട് നമ്മൾ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരെണ്ണമല്ല, നവോത്ഥാന നായകർ മുഴുവൻ നോക്കിയിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അത് നമ്മൾ ടിക്ക് ചെയ്ത് പോകുക. അതാ SNDP-യുടെ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ആജീവനാന്ത അധ്യക്ഷൻ, ആദ്യ ഉപാധ്യക്ഷൻ, SNDP-യുടെ ആദ്യ സെക്രട്ടറി. അപ്പൊ രണ്ടിലും നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഏകദേശം മനസ്സിലായല്ലോ. നമുക്കിപ്പോ 6 ചാപ്റ്ററും നമുക്ക് ഏകദേശം അല്ല, നമുക്ക് വേണ്ടതാണ്. 7ാമത്തെ ചാപ്റ്റർ നമുക്കിത് വേണ്ട. അപ്പം ഇതിൽ ചിലപ്പം പിന്നെ നമ്മുടെ ഈ നമ്മുടെ SCERT ബുക്കുകളൊക്കെ ഇല്ലേ, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതൊന്നും വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട, ബുക്ക് വാങ്ങിക്കേണ്ടെന്നല്ല, നമ്മളത് നോക്കിയിട്ട് മാത്രം പഠിക്കുക. നമ്മൾ PYQ ചെയ്ത് നോക്കുമ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ SCERT പഠിച്ച് ഏകദേശം വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം നമ്മുടെ ഈ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാവത്തില്ലേ, PSC പള്ളിക്കൂട്, അങ്ങനെ ഏതെങ്കിലും അതിലൊക്കെ ഇതിൽ ചിലപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കിയിട്ട് പഠിക്കുക. സമഗ്രയിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നൊക്കെ വരുമെന്ന്. പക്ഷെ മറ്റൊരു കൂടുതൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതാണ് 2ാമത്തെ വായനയെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചും നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് SCERT ഇനി ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ SCERT പഠിച്ചതിന് ശേഷം നമ്മൾ NCERT-ലോട്ട് നോക്കുക. 8, 9, 10 ക്ലാസ്സുകളിലെ ചാപ്റ്ററാണ് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ നമുക്ക് അത്രയൊന്നും വരത്തില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ 8, 9 ക്ലാസ് 10 ക്ലാസ് ഒന്നും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ NCERT പഠിക്കേണ്ട രീതി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ്.